ഞാനെടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് സിസ്റ്റത്തിലെ ഒരു ഫേസ് പ്ലെയിൻ മെത്തേഡ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഓൾറെഡി ഫേസ് പ്ലെയിൻ മെത്തേഡ് നമ്മളെ ലോവർ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ വേറൊരു ഫോർമാറ്റിലേക്ക് നമ്മൾ പഠിക്കുവാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു ഇക്വേഷൻ, അത് ഇതിന് മുന്നേ ഉള്ളൊരു ടോപ്പിക്കിലുണ്ട്. ലീനിയർ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ y'=ay+g എന്ന് പറയുന്നൊരു ഫോർമാറ്റിലൊരു ഇക്വേഷൻ കിട്ടും. അതിൽ നമ്മൾ ഹോമോജീനിയസ് കണ്ടീഷൻ എടുക്കുമ്പം g=0 എന്ന കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് y'=ay എന്നൊരു ഫോർമാറ്റിലേക്ക് ഇക്വേഷൻ കിട്ടും. നമുക്ക് ഹെഡിങ് പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. അത് നമുക്ക് ലീനിയർ സിസ്റ്റത്തിലേക്ക് ടോപ്പിക്ക് നോക്കുമ്പോൾ അതൊരു എ മെട്രിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എ എന്ന് പറയുന്നത് ഒരു n×n മെട്രിക്സ് ആണ്. a=det എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പം സോൾവ് ചെയ്യുന്ന സമയത്തിന് മുന്നേ നമുക്കൊരു സിംഗിൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത്, അതായത് y'=ky എന്ന് പറയുമ്പം അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അതായിരിക്കും y=CE⁻k⁻t എന്ന് പറയുന്ന ഫോർമാറ്റ്. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, എക്സ്പോണൻഷ്യൽ ടേമാണ് e⁻k⁻t. അപ്പോൾ അതിനെ ആ ഒരു ടേമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് y=x⁴e⁻λt. ഈ ലാംഡ എന്ന് പറയുന്ന ടേം വരുന്നതിന് ഏഗൻ്റെ കണ്ടീഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഏഗൻ വാല്യൂ കണ്ടീഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ലാംഡയിലേക്ക് നമ്മളത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേമാണ്. അപ്പോൾ നമുക്ക് അതിനൊരു സെക്കൻഡ് ഇക്വേഷനെ നമുക്ക് ഫസ്റ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്തിന് മുന്നേ അതിനൊരു ഡെറിവേറ്റീവ് എടുക്കുന്നു, dy/dt എടുക്കുന്നു. അപ്പോൾ ലാംഡ ഞാൻ ഇടത്തുവത്ത് എഴുതിയ പോലെ λ=x⁴e⁻λt എന്ന ഫോർമാറ്റ് കിട്ടും. അപ്പം dy/dt എന്ന് പറയുന്നത് y' ആണ്. അപ്പം λ=x⁻λt ay എന്നറിയാം. ഈ y എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x⁻λt വരും. അപ്പോൾ ഡിവൈഡിങ് ബൈ e⁻λt, നമ്മളതിനെ e⁻λt വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏഗൻ വാല്യൂ പ്രോബ്ലം കിട്ടും. അതായത് ax=λx എന്ന ഫോർമാറ്റ് കിട്ടും. അപ്പം നമ്മൾ അതിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുവാണ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, സൊല്യൂഷൻ ദാറ്റ് ആർ നോട്ട് സീറോ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് ഒരു ഏഗൺ വാല്യൂ ആണ്, എക്സ് എന്ന് പറയുന്നത് ഒരു ഏഗൺ വെക്റ്ററാണ്. അപ്പം നമുക്കൊരു അസംഷനിലേക്ക് വരാം. എ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് n ഈഗൺ വെക്റ്റേഴ്സാണ്. അപ്പം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ചില കാര്യങ്ങൾ, ചില കണ്ടീഷൻ അത് എടുക്കും, ഹോൾഡ് ചെയ്യും എന്ന് പറയും. ചില കണ്ടീഷനിലേക്ക് ആപ്ലിക്കേഷൻ വരും. അതായത് ഒന്നുകിൽ അത് സ്ക്യൂ സിമെട്രിക് ആവാം, അല്ലെങ്കിൽ സിമെട്രിക് ആവാം, അല്ലെങ്കിൽ അതിന് ഏഗൺ വാല്യൂസിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കത് ശരിയാണോ ട്രൂ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ലാംഡ ഏഗൺ വാല്യൂ ആണ്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുമുണ്ട് x=ഏഗൺ വെക്റ്ററും ആണ്. അപ്പം ഏഗൺ വെക്റ്റേഴ്സ് എടുക്കുമ്പം ഏഗൺ വാല്യൂസ് എടുക്കുമ്പോഴും അത് 1 to n വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പം ഏഗൺ വാല്യൂസ് x⁴1=x⁴n ആണ്. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടായിട്ടൊരു ഏഗൺ വെക്റ്ററും ഉണ്ടാകും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ട്രൂ ആണെന്ന് അസംഷൻ ചെയ്തു. അപ്പം അതിന് നമുക്ക് കറസ്പോണ്ടായിട്ടൊരു ജനറൽ സൊല്യൂഷൻ കിട്ടും. ജനറൽ സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജനറൽ സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്കുള്ള പ്രോബ്ലംസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ നമ്മൾ ബൈ ഹാർട്ടാക്കി പഠിക്കണം. ബൈ ഹാർട്ടാക്കല്ല, നമ്മളത് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ട്, കോൺസ്റ്റന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എ ഒരു കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. y⁻1 to y⁻1 വരെ സൊല്യൂഷൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് കറസ്പോണ്ടായിട്ടുള്ള ഒരു ജനറൽ സൊല്യൂഷനാണ് y=c1x⁴1e⁻λ1t പ്ലസ് c⁻n ടേം വരെ ആ ടേം എക്സ്റ്റെൻഡ് ആയി പോകും. അവിടെ അതിൽ c1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, c⁻n ടേം വരെ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഒരു ഫേസ് പ്ലെയിൻ സൊല്യൂഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരക്കാം എന്നുള്ള കണ്ടീഷൻ. അപ്പം നമ്മൾ ഒരു ഫസ്റ്റ് ഇക്വേഷൻ തന്നെ കൺസിഡർ ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു y'=ay ആണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. അതിപ്പോൾ അതിന് കറസ്പോണ്ടായിട്ട് നമ്മളൊരു 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് സിക്സ്ത് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് വരും. y1'=a11 y1 + a12 y2 a2'=a21 y1 + a22 y2 എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ വരും.
അപ്പം നമുക്ക് 6th ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 7th ഇക്വേഷൻ്റെ ഫോർമാറ്റ്, അതായത് അത് ഡിപ്പെൻഡൻറ്റ് ഓഫ് ടൈം ആണെന്ന് പറയാം. y ഓഫ് t ഈക്വൽ ടു y1t y2t എന്ന് പറയും. നമുക്ക് ഒരു ഫിഗർ കൺസിഡർ ചെയ്യാനുണ്ട്. 2 ഫിഗർ ഉണ്ട്. ഫിഗർ 8 ആണ്. ആ ഫിഗർ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ I1 I2 എന്ന കണ്ടീഷനാണ്. അത് നമുക്ക് y1 y2 എന്ന കണ്ടീഷനിലേക്കുള്ള ഒരു ഗ്രാഫിലേക്ക് ചേഞ്ച് ചെയ്താൽ ഞാൻ അതിന് ഫിഗർ കാണിച്ചു തരാം. ആ ഒരു കണ്ടീഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വൈൻ്റെ ഫോർമാറ്റിലേക്ക്, വൈൻ്റെ പാരാമീറ്റർ ഫോർമാറ്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ആ ഒരു ടൈപ്പിൽ ഗ്രാഫൊന്നും ചേഞ്ച് ആകുന്നില്ല, സെയിം ഗ്രാഫ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു കോർഡിനേറ്റ്സ് മാത്രം y1 y2 എന്ന കണ്ടീഷനിലേക്ക് കോർഡിനേറ്റ്സ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷനിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് കോമ്പണൻ്റ് ഓഫ് y ഓഫ് ടിയും അതിനൊരു ടി ആക്സിസിൻ്റെ ഇതിൽ 2 കർവ് വരും. അപ്പോൾ നമുക്ക് ഈ 2 കേർവിനെ നമുക്കതൊരു സിംഗിൾ കേർവായിട്ട് വരയ്ക്കാം. അപ്പോൾ സിംഗിൾ കേർവായിട്ട് വരച്ചതാണ് ഫിഗർ ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്കതൊരു പാരാമെട്രിക് റെപ്രസെൻറ്റേഷനാണ്. അതാണ് നമുക്ക് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കേർവ്, ഇങ്ങനെ ഒരു കേർവായിട്ട് വരുന്ന സംഭവത്തിന് നമുക്ക് ട്രജക്ടറി എന്ന് പറയാം, അല്ലെങ്കിൽ ഓർബിറ്റ് ഓർ പാത്ത് എന്ന് പറയാം. ഈ y1 y2 പ്ലെയിനിനെ നമുക്ക് അതിനെ ആ പ്ലെയിനിനെ ഫേസ് പ്ലെയിൻ എന്നും കൂടി വിളിക്കാം. ഇപ്പം നമ്മൾ ആ ഒരു ട്രജക്ടറി 6th ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു ട്രജക്ടറി വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫേസ് പോർട്രേറ്റ് കിട്ടും. അപ്പോൾ ഞാനൊരു 6th ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു, y ഡാഷ് ഈക്വൽ ടു ay ഒരു കോമ്പണൻസ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ അതിനെ ഒരു കണ്ടീഷൻ എടുത്ത് നമ്മൾ ഒരു ട്രജക്ടറി വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ട്രജക്ടറിനെ ഫേസ് പോർട്രേറ്റ് എന്ന് വിളിക്കാം. ഈ മെത്തഡ് ഓഫ് ഫേസ് പ്ലെയിന് പെർട്ടിക്കുലർലി വാല്യുബിൾ ആകുന്നത് 2 ഫ്രീക്വൻറ്റ് കണ്ടീഷനിലാണ്. ഒന്ന് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴും, പിന്നെ ഒരു സിസ്റ്റം ഈസ് ഇൻകൺവീനിയൻറ്റ് ഓഫ് ഇമ്പോസിബിൾ ആകുന്ന കണ്ടീഷനിൽ മാത്രമേ ഇത് വാല്യുബിൾ ആവുള്ളൂ. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട്, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓഫ് ദ സിസ്റ്റം. ഇക്വേഷൻ നമ്പർ 6 എന്നാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത്. ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഒരു ഈക്വിലിബ്രിയം പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി പോയിൻറ്റോ എന്ന് പറയാം. അതായത് ഈ സിസ്റ്റം ടൈമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യില്ല. ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് ഒരു ചേഞ്ചും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു ഫിഗറിൽ, ഞാൻ ഫിഗർ കാണിച്ചു തന്നിട്ടുണ്ട്, നെക്സ്റ്റ് സ്ലൈഡിൽ ഫിഗർ ഉണ്ട്. ആ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടീഷൻ എടുക്കുന്നത്. അപ്പോൾ y ഈക്വൽ ടു 0 എന്നൊരു ട്രജക്ടറി, നമ്മൾ ഒരു ട്രജക്ടറിയിൽ നമ്മളൊരു കോമൺ പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം y ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷൻ നോക്കുവാണെങ്കിൽ അതിന് നമുക്കൊരു കാൽക്കുലേഷൻ്റെ ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 6 ഓൾറെഡി പറഞ്ഞു y ഡാഷ് ഈക്വൽ ടു ay എന്ന് പറഞ്ഞിട്ട് 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ y1 ഡാഷും y2 ഡാഷ് എന്ന ഫോർമാറ്റ് എടുത്തു. അപ്പോൾ അതിനെ y2 ഡാഷ് ഡിവൈഡ് ബൈ y1 ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 9 കിട്ടും. അപ്പോൾ ഇക്വേഷൻ 9 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ പൊസിഷൻ, അതിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ p ഈക്വൽ ടു y1 y2 എന്നൊരു കണ്ടീഷൻ എടുത്തു. അപ്പം അതിൻ്റെ ടാൻജൻ ഡയറക്ഷൻ dy2 ബൈ dy1 എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് p ഈക്വൽ ടു p0 0 0. ഞാൻ ആ ഒരു ഫിഗറിൽ p എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തോ ചെയ്യും, നമുക്ക് ഓൾറെഡി ഒരു 9th ഇക്വേഷൻ കിട്ടിയായിരുന്നു, dy2 dy1 എന്ന് പറഞ്ഞിട്ട് ഒരു a2 1y1 പ്ലസ് a2 2y2 എന്ന് പറഞ്ഞ ഇക്വേഷൻ. ആ കണ്ടീഷൻ മൊത്തം 0/0 ആവും. അപ്പോൾ നമുക്ക് ആ പോയിൻറ്റിൽ dy2 ബൈ d1 നമുക്ക് അൺഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ക്രിറ്റിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇത് അവിടെ തന്നെ ക്രിറ്റിക്കൽ പോയിൻ്റ് 5 തരമുണ്ട്. അതിൻ്റെ ജോമെട്രിക് ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്രിറ്റിക്കൽ പോയിൻ്റ് ഉള്ളത്. ഒന്ന് ഇംപ്രോപ്പർ നോഡ്, ഒന്ന് പ്രോപ്പർ നോഡ്സ്, സാഡിൽ പോയിൻറ്റ്സ്, സെൻറ്റേഴ്സ് ആൻഡ് സ്പൈറൽ പോയിൻറ്റ്സ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിറ്റിക്കൽ പോയിൻറ്റിൽ ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഇംപ്രോപ്പർ നോഡ്സ് ആണ്. അതാണ് ഫിഗർ 82 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ p0 എന്നൊരു ക്രിറ്റിക്കൽ പോയിൻ്റ് ട്രജക്ടറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ y1 ഡാഷ് ഓഫ് ടിയും y1 ടിയും y2 ടിയും ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ട്രജക്ടറിയും ലിമിറ്റിംഗ് ഡയറക്ഷൻ ഓഫ് ടാൻജൻറ്റിന് സെയിം ആണ്. ഈ രണ്ടെണ്ണത്തിനും ലിമിറ്റിംഗ് ഡയറക്ഷൻ ഓഫ് ടാൻജൻറ്റ് ഉണ്ട് അറ്റ് p0, പക്ഷേ അത് ഡിഫറെൻ്റ് ആണെന്നാണ് ഇംപ്രോപ്പർ നോഡിൽ പറയുന്നത്. അതിൽ തന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഫിഗർ 83 കാണിക്കുന്നുണ്ട്, അത് പ്രോപ്പർ നോഡാണ്. പ്രോപ്പർ നോഡിൽ നമുക്ക് ക്രിറ്റിക്കൽ പോയിൻ്റ് p0 എടുത്തു കഴിഞ്ഞാൽ എല്ലാ ട്രജക്ടറിയും ലിമിറ്റിംഗ് ഡയറക്ഷന് സെയിം ആണെന്ന് പറയുന്നുണ്ട്.
മൂന്നാമത്തെ ക്രിറ്റിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് സാഡൽ പോയിൻ്റാണ്. അതാണ് ഫിഗർ 84 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാം 2 ട്രാജക്ടറി ഇൻകമ്മിങ് ആണ്, 2 ട്രാജക്ടറി ഔട്ട് ഗോയിങ് ആണ്. അപ്പം ഈ മൊത്തം 4 ട്രാജക്ടറി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ട്രാജക്ടറിയും P0ന് ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. അതാണ് സാഡൽ പോയിൻ്റ് പറയുന്നത്. അപ്പോൾ ഫിഗർ 85 നോക്കിയാൽ നമുക്ക് നാലാമത്തെ ക്രിറ്റിക്കൽ പോയിൻറ്റിൻ്റെ ടൈപ്പ് കാണാം. അത് സെൻറ്റർ എന്ന് പറയുന്നത് ആ ഫിഗറിൽ കാണാൻ തന്നെ എല്ലാം ഒരു സർക്കിൾ, ഒരു എലിപ്സിൻ്റെ ടൈപ്പിലാണുള്ളത്. അപ്പം അങ്ങനെ തന്നെയാണ് അത് പറയുന്നതും. ക്രിറ്റിക്കൽ പോയിൻറ്റ് ദാറ്റ് എൻക്ലോസ്ഡ് ബൈ എ ഇൻഫൈനൈറ്റ് മെനി ക്ലോസ്ഡ് ട്രജക്ടറീസ്. ആ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം അത് ക്ലോസ്ഡ് ട്രജക്ടറിയാണ്. ബാക്കിയുള്ള 3 ഫിഗറും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്കെ എല്ലാം ക്ലോസ്ഡ് അല്ലാതെ ഔട്ട്വേർഡ് ഇൻവേർഡൊക്കെ ആണ്. ഇനി 5th ക്രിറ്റിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് സ്പൈറൽ പോയിൻ്റാണ്. ഈ 5th സ്പൈറൽ പോയിൻറ്റിൻ്റെ ക്രിറ്റിക്കൽ പോയിൻ്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്രോച്ചിങ് P0 ആസ് T ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. 86ലെ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതൊരു ഇൻഫിനിറ്റിയിലേക്ക് ടെൻസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാം. അതായത് എല്ലാ ട്രജക്ടറിയും ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് അതിൻ്റെ P0 എന്ന് പറയുന്ന ഒരു ക്രിറ്റിക്കൽ പോയിൻറ്റിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ഇത്രയൊക്കെയാണ് ക്രിറ്റിക്കൽ പോയിൻറ്റിൻ്റെ 5 ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.